നോർമലൈസേഷൻ ബൈ ഡെസിമൽ സ്കെയിലിംഗ്, മിനിമാക്സ് നോർമലൈസേഷൻ, സെറ്റ് സ്കോർ നോർമലൈസേഷൻ്റെ ഒക്കെ എക്സാമ്പിൾസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയാണ് 200, 300, 400, 600 ആൻഡ് 1000. അപ്പോൾ ഈ ഡാറ്റ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമാക്സ് നോർമലൈസേഷൻ ബൈ നോർമലൈസ് ചെയ്യണം ഈ ഡാറ്റേനെ. അതായത് ഈ 200-നെയും 300-നെയും 400-നെയും 600-നെയും 1000-നെയും നമ്മൾ എന്ത് ചെയ്യണം? നോർമലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ന്യൂ മിനിമം, അതായത് മിനിമാക്സ് നോർമലൈസേഷനാണ് പുതിയ റേഞ്ചിലേക്ക് പറയുമല്ലോ. അപ്പം ന്യൂ മിനിമം 0യും ന്യൂ മാക്സ് 1ഉമാണ്. അപ്പം ഇതിൽ നമുക്കറിയാം, പിന്നെ നോർമലൈസേഷൻ, മിനിമാക്സ് നോർമലൈസേഷൻ ഫോർമുല എന്താണ്? വി ഐ മൈനസ് മിനിമം എ ഡിവൈഡ് ബൈ മാക്സ് എ മൈനസ് മിനിമം എ ഇൻറ്റു ന്യൂ മിനിമം എ മൈനസ് ന്യൂ മാക്സ് എ പ്ലസ് ന്യൂ മിനിമം എന്ന ഫോർമുല. അപ്പോൾ നമ്മൾ 200-നെ അപ്പോൾ ഓരോ ഐറ്റം എടുക്കുക. സോ ഫോർ എക്സാമ്പിൾ 200-നെ എങ്ങനെയാണ് നോർമലൈസ് ചെയ്യുക? 200, അതായത് വി ഐ മൈനസ് മിനിമം എ, ഇതിൽ മിനിമം എത്രയാണ്? 200 തന്നെ, ഡിവൈഡഡ് ബൈ മാക്സിമം എ മൈനസ് മിനിമം, മാക്സിമം എത്രയാണ്? 1000 മൈനസ് മിനിമം എത്രയാണ്? 200 ഇൻറ്റു എന്താണ്? ന്യൂ മിൻ മൈനസ് ന്യൂ മാക്സ് മൈനസ് ന്യൂ മാക്സ് മൈനസ് ന്യൂ മിൻ എത്ര വരിക? 1 മൈനസ് 0 പ്ലസ് എന്താണ്? ന്യൂ മിനിമം 0. അപ്പോൾ ഇതാണ് ആ 200. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 200-ന് പകരം നമ്മൾ 300 കൊടുക്കുക, അടുത്ത വാല്യൂ കിട്ടും. 300-ന് 600, 400 കൊടുത്താൽ അടുത്ത വാല്യൂ കിട്ടും. 600 കൊടുത്താൽ അടുത്ത വാല്യൂ കിട്ടും. 1000 കൊടുത്താൽ അടുത്ത വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ജസ്റ്റ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ മിനിമം എന്ന് പറഞ്ഞാൽ ഡാറ്റാ സെറ്റിൻ്റെ മിനിമമാണ്, മാക്സിമം എന്ന് പറഞ്ഞാൽ അതിൽ മാക്സിമം വാല്യൂ ആണ്, ന്യൂ മിനിമം എന്ന് പറഞ്ഞാൽ പുതിയ റേഞ്ചിൽ ഏത് റേഞ്ചിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അതിൽ മിനിമം മാക്സിമം ആണ്. പിന്നെ സെറ്റ് സ്കോർ നോർമലൈസേഷൻ നമുക്കിവിടെ എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അറിയണം. കാരണം സെറ്റ് സ്കോർ നോർമലൈസേഷൻ പറയുന്നത് വി ഡാഷ് ഇസിക്കൽ ടു എന്താണ്? സെറ്റ് സ്കോർ നോർമലൈസേഷൻ പറയുന്നത് ഇതാണ്, വി ഐ ഡാഷ് ഇസിക്കൽ ടു വി ഐ മൈനസ് സിഗ്മ എ. അല്ല, ഇതല്ലേ ഫോർമുല? സോറി, ഇവിടെ എഴുതിയതാണ്. വി ഐ ഡാഷ് ഇസിക്കൽ ടു വി ഐ മൈനസ് എ ബാർ ഡിവൈഡ് ബൈ സിഗ്മ എന്ന്. അപ്പം നമുക്ക് എ ബാർ എന്ന് പറഞ്ഞാൽ മീനാണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം സിഗ്മയും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഡാറ്റ സെറ്റ് എന്തിനാണ്? 200, 300, 400, 600 ആൻഡ് 1000 ആണ്. അപ്പോൾ അതിൽ മീൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? എല്ലാം കൂടെ സ്ക്വയർ ചെയ്ത് സം ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടും. അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. അതായത് വി ഡാഷ് ഇസിക്കൽ വി ഐ മൈനസ് എന്താണ്? വി ഡാഷ് ഇസിക്കൽ വി ഐ മൈനസ് എന്താണ്? മീൻ ഡിവൈഡ് ബൈ അതല്ല, അതായത് മിനിമാക്സ് നോർമലൈസേഷൻ അല്ലേ? സെറ്റ് സ്കോർ നോർമലൈസേഷൻ എങ്ങനെ വരുന്നത്? ഇതാണ് വി ഐ മൈനസ് എ ബാർ ഡിവൈഡ് ബൈ സിഗ്മ എ. അതായത് എന്താ വരിക? പിന്നെ അതിൽ ഓരോ ഇപ്പോൾ 200-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? 200 മൈനസ് എ ബാർ മീൻ ഡിവൈഡ് ബൈ സിഗ്മ എ. അതുപോലെ തന്നെ 300 മൈനസ് എ ബാർ ഡിവൈഡ് ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ 300-ന് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. 400 മൈനസ് എ ബാർ ഡിവൈഡ് ബൈ സിഗ്മ എന്ന് പറയുമ്പോൾ 400-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമലൈസ്ഡ് വാല്യൂ. അപ്പോൾ അങ്ങനെ നമുക്ക് നോർമലൈസ്ഡ് വാല്യൂ ഇത്രയും കിട്ടും. അതായത് പിന്നെ എന്താണ് വരുന്നത്? ഇത്രയും വാല്യൂസ് കിട്ടും, നോർമലൈസ്ഡ് വാല്യൂസ്. അതായത് 200-ന് കറസ്പോണ്ടിങ് ആയിട്ട് -1.06, 300-ന് കറസ്പോണ്ടിങ് ആയിട്ട് -0.707, 400-ന് കറസ്പോണ്ടിങ് ആയിട്ട് -3.54, അങ്ങനെ ഓരോ വാല്യൂസ് നമുക്ക് കിട്ടും. ഇത് സെറ്റ് സ്കോർ നോർമലൈസേഷൻ. ഓക്കെ. അതുപോലെ തന്നെയുള്ള ഡിഫറെൻറ്റ് അത്രയാണ് വരുന്നത്. ഓക്കെ, ശരി.